ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈദരാബാദ് മുംബൈ മത്സരം സിക്സറുകളുടെ പെരുമഴയായിരുന്നു. ബാറ്റ് എടുത്തവരെല്ലാം അടിച്ചു പറത്തുകയായിരുന്നു. ഹെൻറിച്ച് ക്ലാസൻ 80 റൺസും അഭിഷേക് ശർമ്മ 63 റൺസ്, ട്രാവിസ് ഹെഡ് 62 റൺസ്, മാർക്രം 42 റൺസ് എന്നിവരുടെ കൂറ്റനടികൾ കൊണ്ട് കളം നിറയുകയായിരുന്നു. 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസാണ് സൺറൈസ് ഹൈദരാബാദ് നേടിയത്. ബൂംറയെ മാറ്റി നിർത്തിയാൽ തല്ലുകൊണ്ട് വലയുകയായിരുന്നു മുംബൈ ബോളർമാർ. 18 പന്തിലാണ് ട്രാവിസ് ഹെഡ് 50 റൺസ് എടുത്തത്. ഇതൊരു റെക്കോർഡായിരുന്നു. ഈ റെക്കോർഡ് മിനിറ്റുകൾക്കുള്ളിൽ അഭിഷേക് ശർമ്മ 16 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി തന്റെ പേരിലാക്കി. സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയത് IPL ചരിത്രത്തിലെ റെക്കോർഡ് സ്കോറാണ്. ഒരു ചരിത്രം തിരുത്തി കുറിക്കുകയായിരുന്നു. റോയൽ ചലഞ്ചേഴ്സിന്റെ 263 എന്ന സ്കോറാണ് ഇന്ന് തിരുത്തിയത്. ഈ മത്സരത്തിൽ പവർ പ്ലേയിൽ ജസ്പ്രീത് ബുംറയെ വേണ്ട വിധത്തിൽ ഹർദിക് പാണ്ഡ്യ ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയണം. ആദ്യ ഓവർ ഏൽപ്പിക്കാതെ ഒരു പരിചയസമ്പത്തുമില്ലാത്ത കീന മഫക്കയ്ക്ക് പന്ത് നൽകിയതും കൂടാതെ ഹർദിക് പാണ്ഡ്യയും നല്ല തല്ലുവാങ്ങി. പവർ പ്ലേ ബൂംറയ്ക്ക് ആദ്യ ഓവറുകൾ നൽകിയിരുന്നില്ല. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ റണ്ണൊഴുക്ക് തടയാമായിരുന്നു. ടോസ് നേടിയ മുംബൈ സൺറൈസിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. പിച്ചിനെ പറ്റി വേണ്ട വിധത്തിൽ ഹർദിക് പാണ്ഡ്യ മനസ്സിലാക്കിയില്ലെന്ന് വേണം കരുതാൻ. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ 246 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും മികച്ച തുടക്കമാണ് നൽകിയത്. കൂടാതെ തിലക് വർമ്മ 34 പന്തിൽ 64 റൺസ് നേടി. ഒരു ഘട്ടത്തിൽ കളി ജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നിയെങ്കിലും അവസാന ഓവറുകളിൽ പാറ്റ് കമ്മിൻസും ഭുവനേശ്വർ കുമാറും ജയദേവ് ഉണർക്കറ്റുമെല്ലാം മികച്ച ബോളുകൾ കൊണ്ട് കളം നിറഞ്ഞു. എല്ലാ ബോളുകളിലും 6ഉം 4ഉം വേണമെന്നിരിക്കെ മികച്ച രീതിയിലാണ് സൺറൈസേഴ്സ് ബോളർമാർ പന്തെറിഞ്ഞത്. കൂടാതെ മികച്ച ഫീൽഡിങ്ങും സൺറൈസേഴ്സ് കാഴ്ചവെച്ചു. ഈ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 18 സിക്സറും മുംബൈ 20 സിക്സറും നേടി. മുംബൈ 31 റൺസിനാണ് തോൽവി ഏറ്റുവാങ്ങിയത്. ഇത് മുംബൈയുടെ 2ാം തോൽവിയാണ്. രോഹിത് ശർമ്മയുടെ 200ാം മത്സരമായിരുന്നു. ആരാധകർക്കെന്തും ആഘോഷം നൽകുന്ന മത്സരമായിരുന്നു ഇത് എന്നത് സത്യം തന്നെയാണ്. മുംബൈ കൂടുതൽ ബോളിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ക്യാപ്റ്റൻ ബൂംറയ്ക്ക് തുടക്കം മുതൽ ബോളിംഗ് നൽകണമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും സ്കോർ വരില്ലായിരുന്നു എന്നും ആരാധകർ പറയുന്നു. സൺറൈസേഴ്സ് മികച്ച ടീമാണ്. അവിടെ എല്ലാ ബാറ്റ്സ്മാൻമാരും മികച്ച ഫോമിലാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.